എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ നല്ല സ്ലീപ്പൊക്കെ ആണെങ്കിൽ, നല്ല ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സ്വപ്നങ്ങൾ കാണും. ചില സ്വപ്നങ്ങളൊക്കെ നല്ല സ്വപ്നങ്ങളായിരിക്കും, ചിലതോ അതേപോലെ തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കും, ചിലത് നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന സ്വപ്നങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ തീ അല്ലെങ്കിൽ നാഗങ്ങൾ, അങ്ങനെ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പല പല തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിലിങ്ങനെ രണ്ട് കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ സ്വപ്നത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് എന്തൊക്കെ കണ്ടാൽ എന്താണ് ഫലം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാം. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ പിതൃക്കളെ, അതായത് മരിച്ചു പോയവർ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയവരെ സ്വപ്നം കാണുകയാണെങ്കിൽ എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ഏകദേശം വാവെടുക്കുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് അങ്ങനെ സ്വപ്നത്തിൽ വരാറുള്ളത് അല്ലേ? ഇനി ആ മരിച്ചു പോയുന്നവർ നമ്മുടെ സ്വപ്നത്തിൽ വന്ന് കരയുന്നതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഫലം എന്ന് പറഞ്ഞുതരാം. അങ്ങനെ കരയുന്നതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിന് വല്ലാത്തൊരു സങ്കടമുണ്ട്. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ കരയുന്നതായിട്ട് സ്വപ്നം കാണുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വാതിലിലൂടെ നോക്കുന്നത്, അല്ലെങ്കിൽ വാതിലിൽ വന്ന് മുട്ടുന്നതായിട്ടോ, നമ്മൾ വിളിക്കുന്നതല്ല, കാരണം നമ്മുടെ വീട്ടിലേക്ക് അകത്ത് കയറാനായി ശ്രമിക്കുന്നതായിട്ടും കാണുകയാണെങ്കിലും, അവർ നമ്മളിലേക്ക് അടുക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അവർക്കൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ അവർ നമ്മളിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് ഉള്ള സ്ഥലത്തിലേക്ക് അവർ വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനൊക്കെ പരിഹാരവും കൂടെ ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ വെള്ളം ചോദിക്കുന്നത് സ്വപ്നം കാണാറുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചുപോയവരൊക്കെ ഉണ്ടെങ്കിൽ അവർ വെള്ളം ചോദിക്കുന്നത് സ്വപ്നം കാണുകയാണെങ്കിൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ, നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്കൊന്നും കിട്ടുന്നില്ല, അവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എഗെയിൻ ഞാൻ പറയുകയാണ്, അല്ലാതെ വിശ്വസിക്കാതെ ഇതിലൊന്നും നെഗറ്റീവ് കമൻറ്റ്സ് ദയവേത് ആരും ഇടരുത്. ഓക്കെ, പിന്നെ നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ചെയ്യുന്ന, പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും കൊണ്ട് അവർ വളരെ സന്തുഷ്ടരാണ്. അതുകൊണ്ടാണ്, അപ്പോൾ അവർ ഹാപ്പിയാണെന്നുള്ളത് അറിയിക്കാനാണ് ചിലപ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ അവർ വന്ന് ചിരിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ നന്നായി സമാധാനിച്ചിരുന്നോളൂ, കാരണം ഒരു കുഴപ്പവും ഇല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പരിഹാരം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. ഭക്ഷണത്തിൽ കിട്ടുന്ന മുടി അല്ലേ, എല്ലാ വീട്ടിലും നമുക്കത് എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വിചാരിക്കും മുടി കൊഴിച്ചിലായിരിക്കും അല്ലേ? മുടി കൊഴിച്ചിൽ കാരണം തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിലരൊക്കെ ബഹളം കൂട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണോ നിങ്ങൾ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലൊക്കെ പറ്റുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് എപ്പോഴും നമ്മൾ എന്ത് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും അതിലൊരു മുടിയുടെ അംശം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചിലരൊക്കെ പറയും സ്നേഹം കൂടുതലുള്ളത് കൊണ്ടൊക്കെയാണെന്നാണ്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അത് ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ വാസ്തുവിലൊക്കെ പറയാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഭക്ഷണത്തിൽ മുടി, കാരണം നമുക്കത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ പിതൃക്കളുടെ അസംതൃപ്തി സൂചിപ്പിക്കാനാണ് അങ്ങനെ നമുക്കത് കിട്ടുന്നതെന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും അവർ വന്ന് മുടി ഇടുകയാണോ എന്ന്. അല്ല, പക്ഷേ ഇതൊക്കെ എല്ലാവരും നിമിത്തമാണല്ലോ അല്ലേ? അപ്പോൾ അവർക്ക് ഒന്നും കിട്ടുന്നില്ല, അവർ ഹാപ്പി അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളെയും ഒന്ന് സങ്കടപ്പെടുത്താനാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കർക്കിടക വാവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ മാസവും ഇപ്പോൾ അമാവാസ്യയ്ക്ക് നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ശ്രാദ്ധം, അല്ലെങ്കിൽ വാവ് ബലി തർപ്പണം ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ മുടങ്ങാതെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രീതി വരുത്തുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും കൂടെ ഒരുപാട് നല്ലൊരു കാര്യങ്ങളായിരിക്കും. അത് ശരിക്കും അതൊക്കെ സത്യമായിട്ടും വിശ്വസിക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ വരാറുണ്ടോ, എന്താണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളതും പറയാൻ മറക്കരുത്. പിന്നെ ഇതിലൊക്കെ രക്ഷപ്പെടാൻ വേറൊരു കാര്യം കൂടെയാണ് പ്രാർത്ഥിച്ച് കിടക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം അല്ല. ഇപ്പോൾ എല്ലാവരും മൊബൈൽ നോക്കിയിട്ടാണല്ലോ കിടന്നുറങ്ങുന്നത്. മൊബൈലൊക്കെ നോക്കിക്കോളൂ, എന്നാൽ ആ നോക്കി എടുത്ത് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ ഒന്ന് മനസ്സിലോ, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു ഇഷ്ട ദൈവത്തെങ്കിലും മനസ്സിൽ ഒരു 5 സെക്കൻഡെങ്കിലും കണ്ണടച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച്, ഒരു മന്ത്രവും അറിഞ്ഞില്ലെങ്കിലും ഒന്ന് നന്നായിട്ട് എന്ന് പേടി സ്വപ്നമൊന്നും കാണരുതേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, നല്ല ഉറക്കം കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് നല്ല രീതിയിൽ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. അപ്പോൾ എല്ലാം നല്ലതിനായിരിക്കും എന്ന് നമുക്ക് വിശ്വാസത്തോടു കൂടി അങ്ങനെ ഉറങ്ങാനും പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ.